അങ്ങനെ നമ്മുടെ അജയ്ക്കാണെങ്കിലോ അഞ്ജനയെ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല. അവൻ്റെ മനസ്സ് മുഴുവൻ അവൻ്റെ കാമുകിയാണ്. അവളെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ചും കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ഭൂമിക്ക് ഏകദേശം എല്ലാം മനസ്സിലായി. അവളുടെ കത്തിന് വേണ്ടിയിട്ടാണ് അവളെ ആരോ പിന്നിൽ ഫോളോ ചെയ്യണമെന്ന് മനസ്സിലായി. എന്തായാലും അവൾ അവിടെ ചെല്ലണ സമയത്ത് അവളുടെ ബാഗിൽ നിന്ന് ഒറിജിനൽ കത്ത് എടുത്ത് മാറ്റിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കത്ത് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഭവാനിയാണെങ്കിൽ ആ ഗുണ്ടനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയിട്ട് ഭൂമി ഇവിടെ ഉണ്ട്, അവളുടെ ബാഗിൽ നിന്ന് ആ കത്ത് എടുത്ത് മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഭൂമിയാണെങ്കിൽ ഓൾറെഡി ആ കത്തൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് ആ ഗുണ്ട വരുന്നുണ്ട്. അവൻ വിചാരിക്കുന്നത് അത് ഒറിജിനൽ കത്താണെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എടുത്തിട്ട് പോയിട്ട് നമ്മുടെ ഭവാനിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഭവാനിയാണെങ്കിൽ അത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അത് വെറും നുണക്കത്താണ്, ശരിക്കുള്ള കത്ത് അവൾ മാറ്റിയിരുന്നു. അപ്പോഴാണ് അവൾ വിഡ്ഢിത്തരം മനസ്സിലാക്കുന്നത്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭൂമി വന്ന് നോക്കുന്ന സമയത്ത് അവളുടെ കത്ത് കാണാനില്ല. അപ്പം മനസ്സിലായി അവൾക്ക് എല്ലാം. അവളുടെ അച്ഛനെ കൊന്നതിൻ്റെ ആൾക്കാർ അവളുടെ പിന്നിൽ തന്നെ ഉണ്ട്. അവൾ എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തുന്നു മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അവൾ എല്ലാ സത്യങ്ങളും നമ്മൾ അജയിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അവളുടെ പിന്നിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടും ഭവാനിയാണ് ഇതിൻ്റെ പിന്നിലെന്ന്. എന്തായാലും അവൾ രാത്രി മെല്ലെ ഭവാനിയുടെ റൂമിൽ എന്തൊക്കെയോ പോയി വർത്തമാനം പറയണം, ഗസ്റ്റ് ഹൗസിൽ പോയി നോക്കുന്ന സമയത്ത് ഭവാനി അവളെ പിന്നിൽ ഇതാക്കണ ഗുണ്ടയും തമ്മിൽ രണ്ടാളും സംസാരിക്കണം കാണുന്നുണ്ട്. അത് കാണുമ്പോൾ അവൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് ഭവാനിയാണ് ഇതിൻ്റെ പിന്നിലെന്ന്. എന്തായാലും പിന്നെ കാണിക്കണമെന്ന് നമ്മുടെ അജയ് പറയുന്നുണ്ട് ഭവാനിയോട് അഞ്ജനയോട് പറയുന്നത്, എനിക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ല, ഞാൻ ഒരിക്കലും അഞ്ജനേനെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് പോകുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണം നമ്മുടെ മുത്തശ്ശിയോട് അജയ് എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ഭൂമിക്ക് വല്ലാത്തൊരു ആപത്തുണ്ട് മുത്തശ്ശി, അവളെ ഒറ്റയ്ക്ക് നിർത്തുന്നത് അത്ര സേഫ് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ മുത്തശ്ശി തീരുമാനിക്കുന്നുണ്ട് നമ്മുടെ ഭൂമിനെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ പറയുന്നുണ്ട് നമ്മുടെ അജയിനോട്. എന്തായാലും നമ്മുടെ ഭൂമിയെ വിളിച്ചിട്ട് എല്ലാ സാധനങ്ങളും എടുത്തിട്ട് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വരാൻ പറയുന്നുണ്ട്. ഇനി മുതൽ അവിടെ താമസിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഭൂമി എല്ലാ സാധനങ്ങളും എടുത്തിട്ട് നമ്മുടെ അജയിൻ്റെ വീട്ടിലേക്ക് താമസത്തിന് വരുന്ന സമയത്ത് നമ്മുടെ ഭവാനിയൊക്കെ ആകെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. എന്താ ഇപ്പോൾ വിളിങ്ങട് വന്നതെന്നൊക്കെ വിചാരിച്ചു. ആ സമയത്ത് നീ എന്താണ് ഇവിടെ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഭവാനിയാണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് അവളെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭൂമി പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിലത്തെ കുട്ടിയാണെന്ന് എനിക്കറിയാം, ഞാൻ ഇനി മുതൽ ഇവിടെ താമസിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഭവാനിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത ഷോക്കാവുന്നുണ്ട്. എന്തായാലും അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അജയ് നമ്മുടെ ഭൂമിനെയാണ് കല്യാണം കഴിക്കാമെന്ന്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുക. ഇതുപോലെ പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.